അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഒരുപാട് ആൾമാർ ഞങ്ങളുടെ ബറക്കത്തുവിനായിട്ട് സാധാരണഗതിയിൽ ദുആർക്ക് ചൊല്ലാറ്. സോ അതേ തൊട്ടെ പിടിച്ചതും ഒന്നും പൂർത്തിയാവില്ല, ഏതും തലയത്തില്ല, ഒരു റാഹത്തില്ല, ജീവിതത്തിൽ നെമ്മതിയില്ല, ബറക്കത്തില്ല. ഉസ്താദേ, ബറക്കത്തുവിനായിട്ട് ദ്വാർക്കുറവുണ്ട് സാധാരണ ആൾമാർ ഞങ്ങളുടെ ചൊല്ലതുണ്ട്. ഈ ബറക്കത്തില്ലായ്മ എന്തൊരു ചൊന്നുണ്ടെങ്കിൽ ഇത് ദാരിദ്ര്യം വന്നത് കൊണ്ടായിട്ടിക്കട് അതെല്ലാം അതൊരു ബറക്കത്തില്ലാണ്ട് അവിടെ ദാരിദ്ര്യ ചൊല്ലുള്ളത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കാവലിനെ തേടിയോ എന്നെങ്കിൽ വിഷയത്തിക്കട് അള്ളാഹുട്ടെ എപ്പം ദ്വാർന്നോട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലത്തി. അള്ളാഹുവേ, ഫഖർ ദാരിദ്ര്യം തൻ്റെ എതിർത്തോട്ട് നീ എൻ്റെ കാക്കറബ്, എനിക്ക് ഒരിക്കലും നീ ദരിദ്രനായിട്ട് നിന്നെ ജീവിപ്പിക്കേണ്ട, ദാരിദ്ര്യം തന്നിരണ്ടാണ്ട് ഹബീബായ തങ്ങ എപ്പോഴും അള്ളാഹുട്ട് ദ്വാർന്നോട്ടിന്ത്. കാരണം ദരിദ്രത്തന ദാരിദ്ര്യം വന്നിട്ടുണ്ടായെങ്കിൽ പിന്നെ റായത്തിൽ ബലയില്ല. പൈസ ഇല്ലാണ്ട് ഒരാളുടെ എതിരുള്ള ഒരു സ്റ്റാറ്റസ് ഇല്ലാണ്ട് നടക്കരുത്, ഒരു ബലവും കിട്ടില്ല. മാത്രമല്ല, ഈ ദാരിദ്ര്യം എന്നുണ്ടായെങ്കിൽ എന്നൽ ഫഖറ മുദില്ലത്തുള്ളി നഫ്സി, ശരീരത്തിൽ വലിയ ടെൻഷനും റാഹത്തില്ലാണ്ട് ഒന്നും മുൻമേശയിൽ ഏതും ആക്കുകയാവാണ്ട് ഒരു ചണ്ടിനെ പോലെ ചേറിൽ നിന്ന് കമ്പട പോലെ എന്തും ആക്കുകയാവാത്തൊരു അവസ്ഥയിട്ട് ദാരിദ്ര്യം. അപ്പോൾ ആ ദാരിദ്ര്യം ഇല്ലാണ്ട് അവിടേക്കത്തെ ഒരുപാട് വിഷയങ്ങൾ മഹാന്മാരെല്ലാം പഠിപ്പാട്ടി തന്നരാറ്. അത് എല്ലാ രൂപത്തിലും ഉണ്ട് ദാരിദ്ര്യം. മക്കളില്ലാണ്ട് അവിടുന്ന് ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിൽ ബർക്കത്തില്ല, കലഹങ്ങൾ, അവത്തുലെപ്പാ നോക്കി നെമ്മതിയില്ല, മാപ്പിള വിഞ്ഞി കലാട്ടെ, അബ്ബമക്ക് കലാട്ടെ, അതെല്ലാം ബറക്കത്ത് നഷ്ടപ്പെട്ടതിന് കാരണമായിട്ട്. അതുപോലെ സ്വരമേ ഇല്ല ഉസ്താദ് ചൊല്ലങ്ങുള്ളാറ്, സ്വരമേ ഇല്ല. ഒരു നാൾ കുറേ മൊത്തം നിൽക്കടാ മോണു, പിന്നെ കുറേ നാൾ അമ്പത് വിട്ടോട് പണ്ട. ദാരിദ്ര്യത്തെ ലക്ഷണമായിട്ടിരിക്കുന്നത് ബർക്കത്തില്ലായ്മ. അതിന് കച്ചവടമുണ്ട്, ബിസിനസ്സാക്കണമെങ്കിൽ ബിസിനസ് ഉണ്ട്, പക്ഷേ ഒന്നും എത്തിക്കിട്ടില്ല. ലാഭമുണ്ട്, അതിരക്കാണ്ട് ജാസ്തി ഖർച്ചുമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വിഷയങ്ങൾ ഈ ദാരിദ്ര്യം എന്തെങ്കിലും ഉണ്ടാവണം. അതൊക്കെല്ലാം ബർക്കത്ത് നഷ്ടപ്പെട്ടതിൻ്റെ കാരണമായിട്ടിരിക്കണം. അപ്പോൾ ഇണ്ടത്തെന്നാണ് ചർച്ച കിടക്കുന്ന വിഷയം. ഞങ്ങളുടെ ജീവിതത്തിൽ ഗൊന്തില്ലാണ്ട ഞങ്ങൾ ഒരു ഗോസ്മരിയായിട്ട് ഒരു കെയർലെസ്സിലാക്കണമെങ്കിൽ ഒരു 40 കാര്യങ്ങൾ, ആ 40 കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആക്കിയിട്ടുണ്ടായെങ്കിൽ അത് ദാരിദ്ര്യം പണ്ടിട്ടായിട്ടിരിക്കുന്ന മഹാന്മാർ പഠിപ്പാട്ടാണ് കിതാബിലും അതായിട്ടിരിക്കുന്ന ഉണ്ട്. 40 ഓരോന്നോ എന്നായിട്ട് ഞങ്ങൾ വിശദീകരിക്കാം. ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചർച്ച ആക്കണേ ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ദാരിദ്ര്യം ഇല്ലാണ്ടാവുണ്ടായെങ്കിൽ ദാരിദ്ര്യം അത് ഇല്ലാണ്ട് നീങ്ങിപ്പോകില്ലെങ്കിലത്തെ പരിഹാരങ്ങൾ നമ്മൾ ചർച്ചയാക്കാം. ഏതായാലും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന അങ്കിത്തെ 40 കാര്യങ്ങൾ എല്ലാ ആൾമാരും ജാഗ്രതാക്കണമായത്. ഒന്നാമത്തെ കാര്യം, ധരിച്ച വസ്ത്രം തിന്നുക. ഞങ്ങൾ ഇട്ടെങ്കിലത്തെ ആ ഡ്രസ്സ് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് തുന്നാണ്ട് അവിടെ ഇന്നോടകെ തുന്നിടെങ്കിൽ ഒരു സാഹചര്യമുണ്ട്. ഒരു കയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയുടെ കാലിൻ്റെ ഒരു സൈഡാ തെല്ല് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താക്കടെ ഒരു തൂസിയെടുക്കണ റപ്പ നൂലെടുത്ത് അന്യമേ തുന്നിടെങ്കിൽ ഒരു സാഹചര്യമാണ്. ഇട്ട ഡ്രസ്സിൽ ഇട്ടവിടകെ തുന്നെടുത്തു, അത് ദാരിദ്ര്യം ഉണ്ടാക്കണേ. ഒന്നാമത്തെ അംശമായിട്ടേക്കട്. അപ്പോൾ തുന്നുണ്ടായെങ്കിൽ എടുത്തിട്ട് മാറ്റിയിട്ട് അതിൽ തുന്നണം, അല്ലാണ്ട് ഇന്നോടകെ തുന്നെടുത്തു ദാരിദ്ര്യം ഉണ്ടാക്കട്. രണ്ടാമത്തേത്, ജാമത്തെ അടിച്ച് വാറുക. അവ റൂമു അതെല്ലാം ചില പെണ്ണുങ്ങൾ കൊണ്ടു ജാമന്തമേ ജാമന്ത അടിക്കരുത്, നല്ല ലക്ഷണം അല്ല. അവിടെ ദാരിദ്ര്യം ഉണ്ടാവുന്നു. സ്ഥിരമായിട്ട് ജാമന അടിക്കലുണ്ടായെങ്കിൽ കാട്ടടിക്കലുണ്ടായെങ്കിൽ അവിടെ ദാരിദ്ര്യം പിന്നെ വിട്ടുപോകണില്ലാണ്ടായിട്ട് മഹാന്മാർ ചൊല്ലേ. മൂന്നാമത്തേത്, കാട്ടടിച്ച് വെച്ചത് അത് വേസ്റ്റേജ് കീടാണ്ട് ഒരു മൂലയിൽ കൂട്ടി വെക്കണമെങ്കിൽ ഒരു സ്വഭാവം ചില ആൾമാർ കൊണ്ടു. അത് ഒരിക്കലും നല്ലല്ല. അടിച്ച് വെച്ചത് അത് എറിഞ്ഞാക്കി എരിയണം. അവത്തെ മൂലയിൽ ആ മൂലയിലുള്ള ചില കാട്ടെല്ലാം കൂട്ടിയിട്ട് ഒരു ചില അവത്തുള്ള എങ്ങനെ കണ്ടു നിങ്ങൾ ഒരു മാച്ചിൽ ഒരു കാട്ടെടുക്കരുത്, കുറേ കാട്ട എല്ലാം വന്നിട്ട് ആ മൂല കിട്ടി അത് എടുക്കുകയില്ല. പിറ്റാണ്ട് പിറ്റാണ്ട് തോത്തൊരു ടൈമിൽ വന്നിട്ട് എടുക്കണമെങ്കിൽ ഒരു സാഹചര്യം ചില അവത്തുള്ള കണ്ട് അത് ദാരിദ്ര്യം ഉണ്ടാക്കിയിട്ട് മഹാന്മാർ ചൊണ്ടാറ്. നാലാമത്തെ കാര്യ അവത്തെ പടിൽ തെക്കട്. ಅವತ್ತೆ ಉಮರಪ್ಪಡಿಲ್ ದಕ್ರೆ ಚೊಲ್ಲೇಟಿಕಡೆ ಅವತ್ತೆ ഞങ്ങളെ ഫസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലേ, ആ ഫ്രണ്ട് അവത്ത് നൂളുടെ ജാഗ്യ
അഞ്ഞ എന്തുണ്ട് പടിയുണ്ട് ആ പടിയിൽ തെച്ചിട്ട് പഞ്ചായത്ത് കേൾക്കുന്ന ഒരു സ്വഭാവമുള്ള കുറേ ആൾമാർക്കുണ്ട്. അപ്പോൾ ഔത്ര എതിർറെ പടി തെക്കരുത്, അത് ഒരിക്കലും നല്ലല്ല, അത് ദാരിദ്ര്യം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഭാര്യ നല്ല ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഔത്തെ ജാലിൽ എതിർള്ള പൂണ്ട ആൾമാരെ നോക്കിക്കൊണ്ടും വിഷയാക്കിക്കൊണ്ടും അപ്പുറം ഇപ്പുറം ഒരു കൊസിയാവുള്ളൂ. പക്ഷേ അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മഹാന്മാർ എന്നിടാറ്. അഞ്ചാമത്തെ കാര്യ തലയിലുള്ള പേന്, ആ പേനുടെ തലലേ മുട്ടണം അല്ലെങ്കിൽ കയ്യിലെടുത്ത് മുട്ടണം. അത് ജീവത്തോടു കൂടെ നിലത്ത് ഒരിക്കലും ഇടുത്തീരാം. പേന് ജീവത്തോടു കൂടെ നിലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം അവിടെ കൊണ്ട് മഹാന്മാർ ചൊല്ലാറ്. ചില പെണ്ണുങ്ങൾ കൊണ്ട് മക്കളുടെ പേന് പാറുമ്പോൾ വെളുത്ത തുണി നിലത്ത് കിട്ടാറ്. എന്നിട്ട് എന്താക്കടെ ആ ഒരു പേനെല്ലാം പാറിയിട്ട് ആ തുണി കിട്ടിട്ട് മൂട്ടിറങ്ങിത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങ് ആക്കടെ ഉദ്ദേശം നല്ലത്. പേൻ അപ്പുറം പോകില്ല, ബെൽത്ത് റെസ്സിലിട്ടിട്ട് എന്താ അവിടെ ബെൽത്ത് റെസ്സിലിട്ടിട്ട് ആകുമ്പോൾ ചന്ത കാണ്ടല്ലേ പേന്, കറുത്ത പേന് ചന്ത കാണ്ട് അല്ലെങ്കിൽ ഈര് ചന്ത കാണ്ടും. അതേ സമയത്ത് ജീവനോടുകൂടെ പേൻ ഒരിക്കലും നിലത്ത് തട്ടോ തീരാ തട്ടേണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട്. ബദൽക്ക് ചീപ്പ് വെച്ചിട്ട് ചീപ്പില അല്ലെങ്കിൽ കയ്യില ആ രൂപത്തിൽ പേന് മൂട്ടണമല്ലാണ്ട് ജീവനോട് കീഴിടോ തീരാണ്ട് മഹാന്മാർ ചൊല്ലാറ്. ആറാമത്തെ കാര്യം നീരുള്ളിയുടെ തോല് കരിക്കടെ. അവത്തുള്ള നീരുള്ളി ഉണ്ട്, ആ നീരുള്ളിയുടെ തോല് കരിച്ചിട്ട് കരിക്കണമെങ്കിൽ ചില സ്വഭാവം ഒരാളുണ്ട് കത്തുപാട്ടേ, അത് ദാരിദ്ര്യത്തിന് ഒരു കാരണമാണ് മഹാന്മാർ ചൊല്ലാറ്. ഏഴാമത്തേത് ബഡ്ഡി സിന പോലത്തെ കാര്യങ്ങളിൽ ഏർപ്പെടാം. ബഡ്ഡിയും സിനവും ഇതെന്തൊരു വന്തോഷ ഇട്ടിക്കിട് വന്തോഷ ആക്കോത്തീറ ഹറാം, അത് വേറെ വിഷയം. അത് മസാലപരമായിട്ട് നോക്കുമ്പോൾ അത് ഇസ്ലാം ശക്തമായിട്ട് എതിർത്ത വിഷയമാണ്. അതേ സമയത്ത് ഈ വഡ്ഡിയിലും അതുപോലെ വന്തോഷങ്ങളിൽ ഏർപ്പെട്ടുണ്ടായെങ്കിൽ ദാരിദ്ര്യമുണ്ട്. വഡ്ഡി കെട്ടിയിട്ട് തീരുകയില്ല, ലോൺ എടുത്തിട്ട് അത് എത്തുപാട്ടൊക്കെ അവിടെ ഇല്ലെന്ന് വന്നെങ്കിൽ ഇവിടെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകേണ്ടത് ഐറ്റിക്കട്. അപ്പം ഇതും ഒരു ഞങ്ങളെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാരണത്തിൽപ്പെട്ടത് ഉണ്ട് മഹാന്മാർ ചൊല്ലാറ്. എട്ടാമത്തേത് ടോയ്ലറ്റ് പോകുന്ന ടൈമിലും ഇടത്തെ കാൽ ഐറ്റിക്കർ ഫസ്റ്റ് വെച്ചിട്ട് പോകണായി ഓർത്ത നേരെ ഓപ്പോസിറ്റായിട്ട് ബലത്തെ കാൽ വെച്ചിട്ട് ടോയ്ലറ്റ് പോകണുണ്ടായെങ്കിൽ അത് ദാരിദ്ര്യം ഉണ്ടാക്കണിക്കുന്ന കാര്യം. ഇതെല്ലാം ചെറിയ സിമ്പിളായിട്ട് എടുക്കണമെങ്കിൽ വിഷയമാണ്. എന്തോ അവിടെ പോവാ എന്തോ ആവില്ല, ദാരിദ്ര്യമേ പണ്ടേ. അതുകൊണ്ട് എന്താക്കണം, ഭാര്യ ജാഗ്രത ആക്കണം. ടോയ്ലറ്റ് പോകേണ്ട ടൈമിലോ എപ്പോഴും ബലത്തെ കാലം എതിർ വെച്ച് പോകത്തീറ, ഇടത്തെ കാലം വെച്ചിട്ട് പോകണം. ഒലിമ്പാമത്തേത് നല്ല സ്വഭാവം ഇല്ലാത്ത ബെടക്കിട ആൾമാരുടെ മുഖസ്തുതി ചൊല്ലി. ചില ആൾമാർ കൊണ്ട് മൈക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ ഒട്രാസ് എന്തെല്ലാം പോതിരി ഇന്നതും ഇല്ലാത്തതും എന്തെങ്കിലും പൈസ കൊടുക്കണ്ടായെങ്കിൽ തനി ഹറാമിയത്തിലുള്ളെങ്കിൽ തമ്മാടിയായ ഒരാൾമാരെ അങ്ങനെ സോപ്പിട്ട് പൈസ ഉസ്ലാക്കണമെങ്കിൽ ആൾമാരിലേക്ക് ഇടാറ്. അങ്ങനെ മുഖസ്തുതി ചൊല്ലി അക്രമികളായ ആൾമാർ അല്ലാണ്ടെങ്കിൽ ദുർവൃത്തിയാക്കണമെങ്കിൽ നല്ല സ്വറാക്കാത്ത ബെടക്ക് സ്വറാക്കണ ആൾമാരെ മുഖസ്തുതി ചൊല്ലി അങ്ങനെ ഇങ്ങനെ തങ്ങനെ മങ്ങനെ അത് ഇത് ഉണ്ടല്ലോ ചൊന്നിട്ടു അങ്ങനെ മുഖസ്തുതി ചൊല്ലാറ്. അങ്ങനെ മെച്ചുപാട്ടിനായിട്ട് വേറെ ഭാഷയിലും ചൊല്ലാറ്. അങ്ങനെ ആക്കിട ആൾമാർക്ക് ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട് മഹാന്മാർ ചൊല്ലാറ്. പത്താമത്തേത് തിന്നയുടെ ഫുഡല്ല എന്താക്കടെ വേസ്റ്റേജ് ഇതുണ്ടല്ലേ, വേസ്റ്റേജ് കൊട്ട കസത ബുട്ടി അത് എറത് ദാരിദ്ര്യം പണ്ടുണ്ടായിട്ടേക്കട്. റിസ്ക് അള്ളാഹു തന്നത് അത് ഒരിക്കലും വേസ്റ്റാക്കു തീരാ. അങ്ങനെ ആഹാരമെല്ലാം പോയിട്ട് കസത ബുട്ടി കയറിണ്ടായെങ്കിൽ ഡസ്റ്റ് പിന്നെ ഇടുണ്ടായെങ്കിൽ അവണുകു ദാരിദ്ര്യ തപ്പില്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ്. പോണൊന്നാമത്തേത് ഉಗುರು കടിക്കല്. ചില മക്കാണ്ടല്ല ചില വലിയങ്ങ ഉണ്ടു ഉಗುರು കടിക്കലെങ്കിൽ ഒരു സാഹചര്യം ഉಗುರು കടിക്കൽ ആ പല്ലിൽ മെല്ലെ ആൾമാർ നോക്കിയാറ് എന്തും ഇല്ലാണ്ട് ഉಗುರು കടിക്കലെങ്കിൽ ഒരു സാഹചര്യം ചില ആൾ കേൾക്കട്. അതും ഒരു ദാരിദ്ര്യത്തെ കാരണമാണ്. ഉಗುರು കടിക്കലേണ്ട് ചിലപ്പോൾ ചൊന്നുണ്ടായെങ്കിൽ ഞങ്ങൾ ഉಗುರು കടിച്ചിട്ടില്ല, സൈഡിൽ തോല് കടിച്ചിട്ട് ചൊന്നിട്ടു ചിലപ്പോൾ ന്യായീകരിക്കുവാറ്. ഏതായാലും ഇക്കട്ട് ഉಗುರು കടിക്കുന്നത് അതും ഒരു ദാരിദ്ര്യത്തെ ഒരു കാരണത്തിൽ പെടുത്തിയിട്ട് മഹാന്മാർ ചൊന്നരാറ്. 12ാമത്തേത് നഗ്നനായിട്ട് കിടക്കടെ, തുണിയില്ലാണ്ട് സിംഗല ഡബല എന്തും ഇല്ല, ഏതായാലും എങ്ങനെ കിടക്കുമ്പോൾ തുണി ഉടുക്കാണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാണ്ട് പാൻറ്റ് ഇടാണ്ട് അല്ലെങ്കിൽ ശരീരത്തെ മേൽ ഒരു വസ്ത്രം ഇല്ലാണ്ട് നഗ്നമായിട്ട് ഉർബിലിയായിട്ട് കിടക്കണമെങ്കിൽ ഒരു സാഹചര്യം അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 13ാമത്തേത് കറുത്ത ചൊറുപ്പ് ധരിക്കണേ. ചൊറുപ്പ് അങ്ങനെ ഇടാല്ലേ, ഇടുമ്പോൾ ജാഗ്രത ആക്കണോ, എങ്ങനത്തെ ചൊറുപ്പ് ഇടാം. പക്ഷേ കറുത്ത ചൊറുപ്പിട്ടത് നല്ലതല്ല. ഇട്ടെങ്കിൽ ആളുകൾ പിടിക്കലാണ്ടില്ല. പക്ഷേ കറുപ്പ് ചൊറുപ്പിട്ടത് ഒരു ശുഭമല്ല, അശുഭമായ ഒരു ലക്ഷണമാണ് മഹാന്മാർ ചൊല്ലാറ്. അപ്പോൾ കറുത്ത ചൊറുപ്പ് ഇടാൻ തെക്കിടത് നല്ലേ, ഒഴിവാക്കണം. വേറെ ഏത് ചൊറുപ്പിട്ടെങ്കാവും, ബലത്ത് ചൊറുപ്പ് മണ്ണോട് ചൊന്നിട്ട് കുറേ ആൾമാർ എടുക്കല്ലേ, അത് വേറെ വിഷയം. ഏതായാലും എടുക്കുമ്പോൾ കളർ ചൊറുപ്പ് എടുക്കുറോ,
ബെൽത്തെ ചൊറുപ്പോ അതുപോലത്തെ വേറെ ഏതെങ്കിലും കളർ എടുക്കറോ, അതേസമയത്ത് കറുത്ത ചൊറുപ്പ് എടുക്കും നിങ്ങൾ എടുക്കണ്ട, അതും ഒരു ദാരിദ്ര്യത്തെ കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. പിന്നെ 14-മത്തേത് ചീപ്പ് തലഭാര ടൈമിൽ പൊട്ടിയ ചീപ്പിൽ തലഭാര. എങ്ങനെ തലഭാറുമ്പോൾ നല്ല ചീപ്പ് അതേ നല്ല ചീപ്പിൽ ഭാരം ഉണ്ടായിട്ടില്ലേ, സന്ദർഭം അനുസരിച്ചിട്ട് അപ്പ ഒരു പൊട്ടിയ ചീപ്പ് കിട്ടിയപ്പോൾ ഭാര അതൊരിക്കലും തീരാ. പൊട്ടിയ ചീപ്പിലു തലഭാരത് അതും ദാരിദ്ര്യത്തെ കാരണം. ഇവർ സിമ്പിൾ മാറ്റർ ആയിട്ടിരിക്കട്ടെ, പക്ഷേ അത് സ്ഥിരമായിട്ടാക്കുമ്പോൾ നിങ്ങൾ അവത്തുള്ളൂ ഒന്നിലും ബറക്കത്തിക്കാണ്ട് ദാരിദ്ര്യം വന്നിട്ട് കൊണ്ടുകൊണ്ടിരിക്കട്ടെ മഹാന്മാർ ചൊല്ലേ. 15-മത്തേത് വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ തിന്നുക. ജനാപത്തായിട്ട് കുളിക്കലാണ്ട് മുന്നോട്ട് തിന്നണമെങ്കിൽ ഒരു സാഹചര്യം ബറുതീറ. ജനാപത്ത് പോലത്തെ വലിയ അശുദ്ധിയെല്ലാം ഇക്കര ടൈമിലും തിന്നുമ്പോൾ ജാഗ്രത ആക്കണോളൂ. ജനാപത്തായെങ്കിൽ ഉടനെ കുളിക്കണം, ചില ലേട്ടാക്കാണ്ട്. അത്രയും കാലം മലായിക്കത്ത് കിട്ടില്ല, മലായിക്കത്തൊരു ദുവ കിട്ടില്ല. അവനൊരു പക്ഷേ ഫർദ് കുളിക്കലാണ്ട് മുന്നോട്ട് തിന്നുണ്ടായെങ്കിൽ ഒതുകൊടുക്കൽ സുന്നത്തുണ്ട് ചെന്ന മഹാന്മാരിലുള്ളാർ. ഏതായാലും ഫർദ് കുളിക്കുന്ന മുതലായിട്ട് തിന്നിടത് അതും ഒരു ദാരിദ്ര്യത്തെ ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 16-മത്തേത് ഞങ്ങൾ തിന്നിട ടൈമിൽ സുപ്ര ആ സുപ്രത്തിൽ സൈഡിൽ ബിരിക്കെങ്കത്തെ ആഹാരം ഇക്കിട് അതിന് ഞങ്ങൾ കെയർലെസ് ആക്കണേ. ഏതിൽ ബറക്കത്തുള്ളും ചൊല്ലുകാവില്ല. മഹാന്മാർ ചൊല്ലാറ് പ്ലേറ്റിൽ തിന്നുമ്പോൾ ആ പ്ലേറ്റ് വരെ എന്താക്കണം ബടിക്കണം, കൈയുടെ ബെരൽ സമയത്ത് ഉജുമ്പിട്ടെടുക്കണം. ഒരു ഭക്ഷണവും ഭൂലോ തീരാ സുപ്രത്ത് ബിർക്കി പോ തീരാ എന്താ പറഞ്ഞെങ്കിൽ ഏതിൽ ബർക്കത്തുള്ളും ചൊല്ലുകാവില്ല. അതുകൊണ്ട് ഭൂന്ന് ഒരു ഫുഡ് അതിനെ ഒരു കാരണം തിരസ്കരിക്കുക തീരാ, അത് കെയർലെസ് ആക്കാണ്ട് അതിനൊരു അവഗണിച്ചിട്ട് പോണ്ടെങ്കിൽ ഒരു സാഹചര്യം പണ്ടുണ്ടായെങ്കിൽ അതും ഒരു ദാരിദ്ര്യത്തിന് കാരണമാവുകൊണ്ട് മഹാന്മാർ ചൊല്ലു. 17-മത്തേത് ഉസ്താദുമാരുടെ എതിർല് നടക്കരുത്. ഭാരി ജാഗ്രത ആക്കണ വിഷയിട്ടിക്കരുത്. ഉസ്താദുമാർ അത് സ്കൂളിലെ മാസ്റ്റർമാർ എല്ലാവരും വന്നാർ, ഞങ്ങൾക്ക് പഠിപ്പാടി തന്നു മാർഗദർശനാക്കി തന്നു ഗുരു. ആ ഗുരുക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കണം. അതേ സമയത്ത് ബഹുമാനിക്കാണ്ട് അങ്ങനെ എതിർಲು നടന്നുകൊണ്ടേ പോണ്ടത് അത് അഗൗരവത്തോർ കാരണമായിട്ടിരിക്കും, മര്യാദയില്ല ശിസ്തു ഇല്ലാണ്ടായിട്ടിരിക്കണം. അങ്ങനെ എതിർಲು നടക്കുന്നത് സ്ഥിരമാക്കണുണ്ടായെങ്കിൽ അങ്ങ് കൊടുക്കണ ഗൗരവം കൊടുക്കാണ്ട് പോണ്ടുണ്ടായെങ്കിൽ അതും ദാരിദ്ര്യം ഉണ്ടാക്കിയിട്ട് മഹാന്മാരെ ചൊന്നറാറ്. 10 അബ്ബ ഉമ്മയുടെ പേരെടുത്ത് വിളിക്കല്, അത് ചിലരായത്തിൽ അങ്ങനത്തെ ഒരു ആദത്തുണ്ട്. കുസാലക എന്തിനാ കുന്തില്ല, പക്ഷേ ബാപ്പയുടെ പേര് അല്ലെങ്കിൽ ഉമ്മയുടെ പേരെടുത്തിട്ടേ വിളിക്കല്, ഉമ്മാണ്ട് വിളിക്കില്ല, അബ്ബാണ്ടും വിളിക്കില്ല, അല്ലെ ബാപ്പാണ്ട് വിളിക്കില്ല. ചില പ്രായത്തിൽ ചില ഭാഷ ചിലപ്പോൾ ഉപ്പ വിളിക്കണമെന്നുള്ളാർ, ബാപ്പ വിളിക്കണമെന്നുള്ളാർ, അബ്ബ വിളിക്കണമെന്നുള്ളാർ. ഏതായാലും പേര് ചൊന്നിട്ട് വിളിക്കുതീരാ, അത് ഉമ്മാവട്ടെ ബാപ്പാവട്ടെ. അങ്ങനെ പേര് ചൊന്നിട്ട് വിളിക്കണമെങ്കിൽ ഒരു സാഹചര്യം മക്ക വേണ്ടുണ്ടായെങ്കിൽ ആ മക്കൾക്ക് ദാരിദ്ര്യ തപ്പില്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ്. 19-മത്തേത് ചേറിൽ കൈ കൽകടി. മണ്ണിൽ കൈ കലകണ ചേറിൽ കൈ കലകണങ്ങത്തെ സാഹചര്യം ചില മൊത്തം ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ തന്നെയുള്ള വ്യാപകമായിട്ടുള്ളെങ്കിലത്തെ ഓരോ സാഹചര്യം അപ്പോൾ അത് ഉണ്ടായില്ല എന്ന് ചിന്തിക്കണത്. ഏതായാലും മണ്ണിൽ കൈ കലകണങ്ങത്തെ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതും ദാരിദ്ര്യത്തെ ഒരു കാരണമായിട്ടേക്കിട്. 20-മത്തേത് ഇട്ട ഡ്രസ്സിലേ മുഖം ഉറച്ചത്. ഇത് ഭാരി വ്യാപകമായിട്ടുള്ള മൊത്തം എല്ലാവരും ആക്കിക്കൊണ്ടിരിക്കണതായിട്ടിക്കിട്. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയെങ്കിൽ അല്ലെങ്കിൽ ഔത്തിൽ ചോറുണ്ടിട്ടു ബായി കലക്കിയിട്ട് അപ്പമേ ഇട്ട് നൈറ്റില മുണ്ടല ഓരോ ഇതാക്കിയിട്ട് ഓരോ മുഖ തോത്തനെ കൈ തോത്തനെങ്കിത്തെ ഒരു സാഹചര്യം വ്യാപകമായിട്ട് വന്നുകൊണ്ടുണ്ട്. അത് ദാരിദ്ര്യത്തിന് ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 21-മത്തേത് വിലക്ക് ഊതിക്കെടുത്തുക ആണ്ടായിട്ടിരിക്കണം. പണ്ടത്തെ കാലത്തുള്ള കറണ്ട് ഇല്ലാത്ത കാലമല്ലേ, അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായെങ്കിൽ ചിമ്മിനി അതുപോലത്തെ ലാൻഡ് പോലത്തെ സാമാനായിട്ടേക്കിട് വെളിച്ചത്ത് യൂസ് ആക്കിക്കൊണ്ടിരുന്നേ. അത് കിടത്തുമ്പോൾ ബായിൽ ഊതിയിട്ട് കിടത്തിറങ്ങിയത്, ബായിൽ ഊതിൽ പൊളിക്കിറങ്ങിയത് ഒരു സാഹചര്യം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ക്യാൻഡിൽ ലൈറ്റിക്കട് ഏകദേശം കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടോ അല്ലാത്തവിടെ ക്യാൻഡിൽ ഉപയോഗിക്കുമ്പോൾ ആ ക്യാൻഡിലിൽ നിന്ന് തീ അത് പൊളിക്കുന്ന ടൈമുള്ളൂ ഊതിയിട്ട് കിടത്തു തീരാ, ഊതിയിട്ട് ബണ്ടാക്കു തീരാ. പിന്നെ എന്താക്കണോ അത് കയ്യിൽ ഇങ്ങനെ ആട്ടിയിട്ട് ആക്കണം, അല്ലാണ്ട് ഊതിയിട്ട് പൊളിച്ചിട്ടുണ്ടായെങ്കിൽ അതും ഒരു ദാരിദ്ര്യ ഉള്ള ഉണ്ടാക്കണമെങ്കിൽ കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 22-മത്തേത് പൊട്ടിയ പെണ്ണിൽ എഴുതുമ്പോൾ ಅಂದರೆ നല്ല പെണ്ണെ യൂസ് ആക്കിയിട്ട് എഴുതണം. പൊട്ടിയ പെണ്ണിൽ എഴുതുകയെ തീരാ, അതും ഒരു ദാരിദ്ര്യമായിട്ടേക്കട്. പണ്ടത്തെ കാലത്തുള്ളത് വ്യാപകമായിട്ട് ഇന്ന് കാരണം ദാരിദ്ര്യത്തിൽ ജീവിച്ചു ഇന്ന് മഹാന്മാർ. ഇപ്പല്ല മനുഷ്യന്മാർക്ക് ഒരു പെണ്ണ് ചൊല്ലിടത്തൊരു വിഷയമേ അല്ല.
പെണ്ണ് എറിഞ്ഞെങ്കിൽ വലിയ ബിസിയല്ലാത്ത ഒരു കാലമായിട്ടേക്കിട് ഇത്. പണ്ട് അങ്ങനല്ല, റിഫിൽ ചേഞ്ച് ആക്കി നിൽക്കുന്ന ഒരു കാലം ഞങ്ങളെ ചെറുപ്പത്തിലുള്ള ഏതായാലും പൊട്ടിയ പേനിൽ പൊട്ടിയ പെണ്ണിൽ എഴുതു തീറ അത് എഴുതിയുണ്ടായെങ്കിൽ അതും ഒരു ദാരിദ്ര്യത്തെ കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 23ാമത്തെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം ഔത്തുളു എട കൽകാണ്ട് അങ്ങനമേ റാസിയുണ്ട്. അത് ഒരിക്കലും ആക്കു തീര പെണിങ്ങ ഭാരി ജാഗ്രത ആക്കണ ഒരു വിഷയ. എട എത്ര ಬೇಗ ಯೂಸಾಕಿಟ್ಟು എത്ര ಬೇಗ ಕಲ್ಗೋ അവിടെ അത്ര ಬೇಗ ಕಲ್ಗಣು. ಎಲ್ಲ ರಾಸಿ ಇಟ್ಟು ಒಟ್ಟಿಗೆ ಕಲ್ಗಣಕ್ಕೆ ഒരു സാഹചര്യം ಬರೋತೀರ. ചിലവത്തുള്ള ജാവത്തെ എട കൽകാണ്ട് സുബൈ കൽകിടുതെല്ലാം ഉണ്ട്. ജാവെല്ലാം റപ്പ ചോറിനിട്ട് അങ്ങനെ വെച്ചിട്ട് സുബൈ എണിച്ചിട്ട് കൽകണಕ್ಕೆ ഒരു സാഹചര്യം അത് ഒരിക്കലും തീര. കാരണം അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാരണത്തിൽ മഹാന്മാർ ചൊല്ലാറ് പാത്രമെല്ലാം കൽകിയിട്ട് പാത്രം യൂസ് ആക്കിയിട്ട് അപ്പമേ കൽകിട് തെറ്റിക്കിട് അതിനെ മര്യാദയും നല്ലതും. 24ാമത്തെ കാര്യം മുണ്ടാസ് കെട്ടുമ്പോൾ തെച്ചിട്ട് മുണ്ടാസ് കെട്ടേ. മുണ്ടാസ് കെട്ട ഉസ്താദുമാറും അല്ലാത്ത ഹിരിയ ആൽമാരെല്ലാം മുണ്ടാസ് കെട്ടാൻ കൊള്ളാറല്ലേ. മുണ്ടാസ് കെട്ടുമ്പോൾ നിണ്ടിട്ടൈറ്റിക്കിട് മുണ്ടാസ് കെട്ടണായി. മുണ്ടാസ് കെട്ടുമ്പോൾ നിണ്ടിട്ട് മുണ്ടാസ് കെട്ട ബദൽ തെച്ചിട്ട് മുണ്ടാസ് കെട്ടാണ്ടായെങ്കിൽ അതും ദാരിദ്ര്യം ഉണ്ടാക്കിയിട്ടുണ്ട് മഹാന്മാർ ചൊല്ലാറ്. 25ാമത്തേത് പാൻറ്റ് ഇടുമ്പോൾ ദച്ചിട്ടിടണം. ദച്ചിടാണ്ട് നിണ്ടിട്ട് പാൻറ്റ് ഇട്ടത് അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട്. പാൻറ് ഇടുമ്പോൾ ജാഗ്രത ആക്കണോ, അത് ആണിങ്ങാവും പെണ്ണിങ്ങാവും. പാൻറ് ഇടുമ്പോൾ തെച്ചിട്ടേ ഇടണം. ഒരു കാരണവശാലും നിണ്ടിട്ട് ഇടവും തീറ. നിണ്ടിട്ട് പാൻറ് ഇട്ടത് ആദത്താക്കലുണ്ടായെങ്കിൽ അതുവഴി എന്താ അവിടെ നിങ്ങൾക്ക് ദാരിദ്ര്യം പണ്ടുണ്ടായിട്ടിക്കട്. 26ാമത്തേത് ബന്നാത്ത ബല എടുക്കാനായിട്ട് അങ്ങനെ മേ ബുഡേ. ബന്നാത്ത ബല എപ്പോൾ കണ്ടെങ്കിൽ അപ്പം എടുക്കൊണ്ടായിട്ടിക്കട് മഹാന്മാർ ചൊല്ലേ. അത് നല്ല ലക്ഷണമല്ല. അതേസമയത്ത് ബന്നാത്ത ബല കണ്ടിട്ടും കാണാത്തതുപോലെ ആയിട്ട് പിന്നെ എടുക്കാണ്ട് നീട്ടി വെക്കരുത്. അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ പെട്ടത് എന്നിട്ട് മഹാന്മാർ ചൊല്ലാറ്. 27ാമത്തേത് സുബൈയിൽ പിന്നെ ഉറങ്ങണേ. സുബൈ സ്കരിച്ചിട്ട് സൂര്യ ഉദിക്കറാണ്ട് മുതലോ ഉറങ്ങോ തീര. അപ്പം റിസ്ക് അള്ളാഹു വിശാലമാക്കിയിട്ട് എല്ലാ ആൾമാർക്കും വിതരണാക്കുന്ന ടൈമായിട്ടിക്കട്. ആ ടൈമിൽ ഉറങ്ങിപ്പോയിണ്ടായെങ്കിൽ അത് ഒരു ദാരിദ്ര്യം ഉണ്ടാക്കിയത്. അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകണ്ടോ. സുബൈയിൽ പിന്നെ സൂര്യ ഉദിക്കുന്നത്തോളം ഉറങ്ങു തീരാണ്ട് മഹാന്മാർ ചൊല്ലാറ്. ഇനി 28ാമത്തേത് തൂക്കവും അതുപോലെ അളത്തെ അത് ജനറൽ മൊഞ്ചനാക്കണേ. അങ്ങ് ജാഗ്രത ആക്കണം. അവിടെ ഒരു പോയിൻ്റ് ആയിട്ടേക്കിട് തൂക്കി കൊടുക്കുന്ന ടൈമിലോ 1 kg കൊടുക്കുമ്പോൾ 1 kg കൊടുക്കണം. ഒരു 5 ഗ്രാം യാറായെങ്കിൽ ജാസ്തിയല്ല 10 പക്ഷേ കുറേ തീര. 5 ഗ്രാം ഇട്ട് 1 ഗ്രാം പോലും കുറേ തീര. അളത്താക്കണമെങ്കിൽ അങ്ങനെ അളത്താക്കുന്ന ടൈം മീറ്റർ വേറെ 1/2 സെൻറ്റിമീറ്റർ പോലും കുറയോ തീര. വഞ്ചനാവും തീര. ആ വഞ്ചനാക്കിയെങ്കിൽ നിൽക്കി ഇപ്പോൾ ഒരു കൊസിയാവും. പക്ഷേ പിൽക്കാലത്തിൽ നിൽക്ക് ദാരിദ്ര്യം വരാണ്ട് പോണ്ടേ ഇല്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ്. 29ാമത്തേത് ഫലം തണ്ടെങ്കിത്തെ മറ അകത്തില്ലാണ്ട് കട്ടാക്കടി. അത് മറാവു തേങ്ങ എടുത്തുവാവും, അല്ലെങ്കിൽ മാങ്ങ എടുത്തുവാവും, അടക്ക എടുത്തുവാവും. അകത്തിന്നുണ്ടെങ്കിൽ അത് മുറിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അകത്തില്ലാണ്ട് അത് നല്ല ഫസൽ വന്നുകൊണ്ടുണ്ടു. തെങ്ങിട മരത്തിൽ തേങ്ങ ഉണ്ട്, അടയ്ക്കല മരത്തിൽ അടയ്ക്ക കിട്ടുകൊണ്ടുണ്ടു, മാങ്ങ മരത്തിൽ മാങ്ങ കിട്ടിക്കൊണ്ടുണ്ടു. എന്നിട്ടും ഒരു അകത്തി ഇല്ലാണ്ട് എന്താക്കരെ അതിനെ കൊള്ളുടെ അതിനെ മുറിക്കണമെങ്കിൽ ഒരു സാഹചര്യം അതും ദാരിദ്ര്യത്തൊരു കാരണമായിട്ടേക്കിട്ട്. അകത്തിന്ന ടൈമിനെ ഏതും വിഷയമല്ലേ. ഇപ്പോൾ ഒരു ഓർമ്മത്തു അവ കെട്ടാറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ മരം എടുക്കേണ്ടി ഉണ്ട്. എടുത്തില്ലെങ്കിൽ അവിടെ വിശാലത്തെ കുറവുടെ അവിടെ ഉണ്ടായെങ്കിൽ അവിടെ എടുക്കണം. അവിടെ പ്രോബ്ലം അല്ല. അകത്തിയില്ലാത്ത അനഗത്യമായിട്ട് ഫസൽ തണ്ടെങ്കിത്തെ മരങ്ങളെ കൊല്ലുടത് കൊത്തുറുതോ അത് അതിനെ മുറിക്കിടുത് അതും ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. പിന്നെ 30ാമത്തെ കാര്യം നിസ്കാരത്തിൽ കോട്ടുവായി ഇടുക. ബായ് വിളക്കിട് ഉണ്ടാക്കിയിട്ട് ചിലന്മാർ ബായ് വിളക്കിടാറ്. അത് ദാരിദ്ര്യത്തെ ഒരു ലക്ഷണം. നിസ്കാരം പറയുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ബന്ധമുണ്ടെങ്കിൽ ആ സമയത്ത് ബച്ചൽ ടൈമിൽ നിസ്കരിക്കുമ്പോൾ ഇട്ടിക്കണം. അതെല്ലാം കൂടുതൽ ബണ്ട് ബച്ചലിൻ്റെ ടൈമിൽ നിസ്കരിക്കുക തീരാ. ബാങ്ക് കൊടുത്ത ഉടനെ ബച്ചൽ കാട്ടാണ്ട് ഉടനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവില്ല ഈ ഒരു ആലസ്യത്തന്നെ അതൊന്നും ബണ്ടില്ല. പിന്നെ നിസ്കരിക്കാണ്ട് അർജൻറ്റാಗಿ നിസ്കരിക്കുമ്പോൾ ഇട്ടിക്കിട്ട് നിസ്കാരത്തിലോട്ടുള്ള ബായി പൊലക്കണേ. ആ നിസ്കാരത്തിൽ ബായി പൊലക്കെടുത്തും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന 31ാമത്തെ വിഷയ ചെയ്ത് ആക്കിയെങ്കിത്തെ നല്ല സ്വറ എടുത്തു ചൊന്നോണ്ടിക്കണേ. ആർക്കെങ്കിലും ഒരു ഉപകാരം ആക്കിയിട്ടുണ്ടെങ്കിൽ BBC പോലെ 24 ಗಂಟೆ ಅದು ಪಾಡಿ ಉಂಟು. ಅವನಿಟ್ಟು ಚೊಂದುಂಟು ನಾನು ಅವನಿಗೆ ಇತರ ಪೈಸೆ ಕೊಡ್ತಲ್ಲ, ನಾನು ಅವನಿಗೆ ಇನ್ನೊಂದು ಸ್ವರ ಹಾಕಿ ಕೊಡ್ತಲ್ಲ, ನಾನು ಐಟಿಗೆ ಅವನಿಗೆ ಹೆಲ್ಪ್ ಹಾಕಿ ಕೊಡ್ತಾರೆ. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ബൈക്ക് ഉണ്ടല്ലേ അത് ഞാൻ എടുത്ത് കൊടുത്തേ. ഇങ്ങനെ ഞാൻ ആക്കിയ ഉപകാരം നാനേ എടുത്ത് ചൊന്നുകൊണ്ടിക്കരുത്. നൻ്റെ മോലുത് നാനേ ഓതിക്കൊണ്ടിക്കരുതും ഒരു ദാരിദ്ര്യ ബണ്ട ഒരു കാരണത്തെ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണിടാറ്. 32ാമത്തേത് അകത്തിന്ന ആൾമാർക്ക് തന്നി കൊടുക്കാൻ തെക്കടെ. നിരകരള എവിടെയെങ്കിലും
തന്നി തടയുക എപ്പം തീര തന്നി ചൊല്ലുകൊടുത്തു അള്ളാഹു തന്നെങ്കിത്തെ വലിയ പ്രാകൃതികമായിട്ടുള്ളൊരു നിയമത്തേറ്റിക്കട് അതൊരു അകത്തിന്ന് എല്ലാവർക്കും കൊടുക്കണം ഒരാളെയും തടയുക തീര ആ തടഞ്ഞുണ്ടായെങ്കിൽ അത് നിരക്കരാവട്ടും ഫാമിലി ആവട്ടെ എവിടെ ആയെങ്കിൽ തന്നി കൊടുക്കണ ആൾമാരെ തന്നിരെ തൊട്ട് തടയിടുതും ദാരിദ്ര്യം ഉണ്ടാക്കണമെങ്കിലത്തെ കാരണത്തിൽപ്പെട്ടത് ഉണ്ട് മഹാന്മാർ ചൊല്ലാറ് 33-ാമത്തേത് ഈ ബാക്കി നിങ്ങൾക്ക് ഉപദ്രാക്കണേ ഒരു അകത്യമില്ലാണ്ട് പിന്നൊരുത്തർ വിഷയത്തിൽ പോയിട്ടും അവനക്ക് ഉപദ്രാക്കിക്കൊണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് കിറുകുല കൊടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ ആൾമാർ അത് ആക്കണ മസാല വേറെ അത് തീരെ ഒരാൾക്കും ആക്രമിക്കൂ തീരെ അത് വേറെ മസാല പക്ഷേ ഒരാൾ ഇങ്ങനത്തെ സ്വഭാവം കാട്ടിയുണ്ടായെങ്കിൽ അവനക്ക് ദാരിദ്ര്യ തപ്പില്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ് 34-ാമത്തേത് ഔലിയാക്കന്മാരും അതുപോലെ നല്ല നല്ല സ്വാലിഹീങ്ങളെ അങ്ങനെ ഇൻസൾട്ടാക്കണേ അത് ഭാരീ ജാഗ്രത ആക്കണ വിഷയം ചിലപ്പോൾ നിങ്ങൾ ഈമാനേ ഇല്ലാണ്ടായി പോകും സാധ്യതയുണ്ട് ഔലിയാക്കന്മാരെ കറാമത്ത് ചൊല്ലുമ്പോൾ എന്ത് വിഷയ അങ്ങനെ ഒരു പുച്ഛിച്ച് ചിന്തിക്കണ ചെല്ലിട ചൊല്ലാറല്ലേ ഔലിയാക്കന്മാരെ വിഷയം ചൊല്ലുമ്പോൾ ചെല്ലിടങ്കത്തെ ആൾമാരുള്ളാറ് അങ്ങ് ദാരിദ്ര്യ തപ്പില്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ് ഔലിയാക്കന്മാർ മാത്രമല്ല നല്ല നല്ല മനുഷ്യന്മാരും സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് നല്ലതേ ചൊല്ലണമല്ലാണ്ട് അങ്ങനെ മഹത്വം ചൊല്ലുമ്പോൾ എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഇൻസൾട്ടാക്കുന്ന രൂപത്തിലൊന്നും പറകുതീറ അങ്ങനെ ബന്ധമുണ്ടായെങ്കിൽ അതും ഒരു ദാരിദ്ര്യത്തെ കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ് 35-ാമത്തേത് നിൻ്റെ തന്നിൽ നിಂತ ನೀರಿನಲ್ಲಿ ಮೂತ್ರ ವಿಸರ್ಜಿಸುವುದು ಕೆರೆ ಪೋಲೋತೆ ಕೊಳ ಪೋಲೋತೆ ಜಾಗೆ ಆ ತಣ್ಣಿ ಅಪರ പോയിക്കൊണ്ടിരിക്കില്ല ഒരു മുത്ത് നിൽക്കണല്ലേ ആ നിൻ്റെ തന്നിൽ മൂത്ര ബീത്തരുത് അതും ദാരിദ്ര്യം ഉണ്ടാക്കണമെങ്കിൽ ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ് 37-ാമത്തേത് നടുക്കു കൈ വെച്ച് നിൽക്കട് ചില ആൾമാർ കൊണ്ട് നടുക്കു കൈ വെച്ച് നിൽക്കണമെങ്കിൽ സാഹചര്യ ചില ആൾമാർ കൈ കെട്ടി നിൽക്കിടാറ് ജനഗണമന ചൊല്ലൊക്കെ അങ്ങനല്ല അതൊരു പ്രോബ്ലം ഒന്നുമില്ല അതേ സമയത്ത് നടുക്കു കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കരുത് അത് നല്ല ലക്ഷണമല്ല അത് എന്താ പറയുക അത് അശുഭമായ ലക്ഷണമായിട്ടിക്കട് അതുവഴി ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട് മഹാന്മാർ ചൊന്നാറ് 38-ാമത്തേത് ബിസ്മി ചൊല്ലാണ്ട് തിന്നടേ ബർക്കത്ത് തീരെയില്ല ബിസ്മി ചൊല്ലണു എന്ത് തിന്നുമ്പോൾ ബിസ്മി ചൊല്ലാണ്ട് തിന്നുമ്പോൾ തീരേ തീര അപ്പം ബിസ്മി ചൊല്ലാണ്ട് തിന്നിട്ട് തോർത്ത പതിവാക്കിയുണ്ടായെങ്കിൽ അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട് മഹാന്മാർ ചൊന്നാറ് 30 ഓവറായിട്ട് തിന്നതിന് മേൽ തിന്നടേ അത്തിയാಗಿ തിന്നുವುದು വയർ നിറഞ്ഞിട്ട് എന്നിട്ടും അവൻ്റെ ആശ തീരില്ല തിന്നതിന് മേൽ തിന്നോണ്ടിക്കടെ വയർ നിറച്ചിട്ട് തിന്നടേ അതും ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ് 30-ാമത്തേത് ഇടത്ത കയ്യിൽ തിന്നടേ ഒരിക്കലും ഇടത്ത കയ്യിൽ തിന്നിട്ട് ആദത്താക്കൂ തീര വലത്ത കയ്യിലേ തിന്നണു ഇടത്ത കയ്യിൽ തിന്നെങ്കും ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട് മഹാന്മാർ ചൊന്നാറ് ഇതെല്ലവും ഞങ്ങളെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഞങ്ങൾ ആക്കിക്കൊണ്ടുള്ളെങ്കിൽ ഒരു കാര്യമായിട്ടേക്കട് വെറും കെയർലെസ് ആയിട്ട് ആക്കി പോകണ്ട ഇതിൽ ഗൗരവം മനസ്സിലാക്കാണ്ട് ചിലപ്പോൾ ഞങ്ങൾ ആക്കിയിട്ട് പോകണ്ട ഇത് എല്ലാം ആക്കിയിട്ടുണ്ടായെങ്കിൽ അവൻ്റെ ഒത്തിരി ബറക്കത്തില്ലാണ്ട് ചൊല്ലുകൊടുത്തുള്ള ഒരു ഡൗട്ടുമില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യവും സ്ഥിരമായി ആക്കിയിട്ടുണ്ടായെങ്കിലും അവൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകണ്ടു ദാരിദ്ര്യം അവന് കിട്ടി ദാരിദ്ര്യം ഇന്നുണ്ടായെങ്കിൽ ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ആക്കുകയില്ല ഒരു സ്വറവും നടക്കില്ല റായത്തിൽ ബലയില്ല ഇസ്സത്തില്ലാണ്ട് പോകണ്ടു പലക്കത്തും ബല കിട്ടാണ്ട് ഒരു സാഹചര്യമുണ്ട് അതെല്ലാത്തെ തൊട്ടും ഞങ്ങൾ ജാഗ്രതാക്കണം ഈ വിഷയത്തിക്കട് ഇതായിട്ടിക്കട് ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കുക സാധ്യതയുള്ളെങ്കിൽ തന്നെ നാപ്പോ കാര്യങ്ങൾ ഇതെല്ലാം ആൾമാറും ജാഗ്രതാക്കണം ഈ വിഷയ ഇനി ദാരിദ്ര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത്ര ആക്കണോ അതുക്കുള്ള പരിഹാരം എന്തെങ്കിലും ഉണ്ടു ഇൻഷാ അല്ലാ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്കത് പഠിക്കാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ദാരിദ്ര്യം ഇല്ലാത്ത രൂപത്തിൽ ഇസ്സത്തോടെ റാഹത്തോടെ ബറക്കത്തോടെ ജീവിക്കൂ ഞങ്ങൾ എല്ലാ ആൾമാർക്കും തൗഫീക്ക് നൽകട്ടെ ഞങ്ങളെ അബ്ബ ഉമ്മ പിഞ്ഞൈ മക്ക എലങ്ങ മൂത്തങ്ങ അലിയാക്കന്മാർ കുഞ്ഞുമ്മമാർ ഞങ്ങളുടെ കുടുംബത്തങ്ങ പഠിക്കുന്ന കാലം മുതൽ ഈ നിമിഷത്തോറും ഞങ്ങൾക്ക് ചോറ് തന്നങ്ങ ഞങ്ങൾ സഹായിച്ചങ്ങ കിതാബ് തന്നങ്ങ വാഹനങ്ങൾ തന്നങ്ങ വസ്ത്രങ്ങൾ തന്നങ്ങ ഈ റായത്തങ്ങ പുററായത്തങ്ങ ഞങ്ങളെ ദർസുവേനായിട്ട് സഹകരിക്കടങ്ങ ബാംഗ്ലൂർ കമ്മിറ്റി ഗൾഫ് കമ്മിറ്റി അടക്കമുള്ള ആൾമാർ മുത്തലിമീങ്ങൾ ചോറ് തന്നങ്ങ എല്ലാ ആൾമാർക്കും അള്ളാഹു നീ ബറക്കത്തുള്ള ജീവിതം തരണേ അല്ലാ ഒരാളുടെ മുതലുള്ള കൈനീട്ടി യാചിക്കണമെങ്കിൽ ഗതികേട് ഞങ്ങൾ ആർക്കും നീ വിധിക്കല്ല അല്ലാ ഇസ്സത്തോട് ജീവിച്ചിട്ട് അന്തസ്സോടെ മരിക്കുള്ള മഹാഭാഗ്യം ഈ ഞങ്ങളെ ക്ലാസ് കേൾക്കിടങ്ങ അതിന് വേറെ ആൾക്ക് ഷെയർ ആക്കിടങ്ങ അള്ളാഹു എല്ലാ ആൾമാർക്കും നീ എത്തുപാടി കൊടുക്കണേ അല്ലാ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ.